നമസ്കാരം. ഒരു നേരം ഉണ്ടില്ലെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. പക്ഷെ വാട്സപ്പ് ഇല്ലെങ്കിലോ? അങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല. നമ്മുടെ ശ്വാസനിശ്വാസങ്ങൾ പോലും വാട്സപ്പ് നിത്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. അതിനിടയിലാണ് വാട്സപ്പ് ഇന്ത്യയിൽ നിരോധിക്കാൻ പോകുന്നു എന്ന വാർത്ത ഇടിത്തി പോലെ വരുന്നത്. ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന പ്രതീതിയാണ് ഈ വാർത്ത രാജ്യത്ത് സൃഷ്ടിച്ചത്. വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഇന്ന് നാം വാട്സപ്പ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും ഇനി ആശങ്ക വേണ്ട. തൽക്കാലം വാട്സപ്പ് നിർത്തലാക്കാൻ പോകുന്നില്ല. കേന്ദ്ര സർക്കാരുമായുള്ള നിയമപ്രശ്നത്തിന്റെ പേരിൽ കമ്പനി ഇന്ത്യയിൽ സേവനങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. ഇന്ത്യയിൽ വാട്സപ്പ് സേവനങ്ങൾ നിർത്തുന്നുവെന്ന വാർത്ത വ്യാജമാണെന്ന് IT മന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു കഴിഞ്ഞു. വാട്സപ്പോ മാതൃകാ കമ്പനിയായ മെറ്റയോ സേവനം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് വിവരങ്ങൾ കൈമാറിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് MP വിവേക് തൻഖയുടെ ചോദ്യത്തിന് രേഖാമൂലമുള്ള മറുപടിയിലാണ് അശ്വനി വൈഷ്ണവ് ഇക്കാര്യം അറിയിച്ചത്. 2000 IT നിയമത്തിലെ സെക്ഷൻ 69A പ്രകാരം സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസൃതമായി വാട്സപ്പിലെ ഉപയോക്തൃ വിശദാംശങ്ങൾ പങ്കിടാനുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ കാരണം ഇന്ത്യയിലെ സേവനങ്ങൾ അവസാനിപ്പിക്കാൻ വാട്സപ്പ് പദ്ധതിയിടുകയായിരുന്നു എന്നായിരുന്നു കോൺഗ്രസ് MPയുടെ ചോദ്യം. ഇതിനുള്ള മറുപടിയാണ് കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ നൽകിയത്. രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, പ്രതിരോധം, വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായാണ് അത്തരത്തിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് N2 എൻക്രിപ്ഷൻ ഭേദിച്ചാൽ സേവനം നിർത്തുമെന്ന് വാട്സപ്പ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത്. രാജ്യത്ത് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമ ആപ്പാണ് വാട്സപ്പ്. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വാട്സപ്പ് ഒരു ജനകീയനാണ്. 2022 ഇന്ത്യയിൽ വാട്സപ്പ് നിശ്ചലമായിരുന്നു. അന്ന് ഉപയോക്താക്കൾക്ക് മെസ്സേജുകൾ അയക്കാനോ സ്വീകരിക്കാനോ സാധിച്ചിരുന്നില്ല. 1000-ഓളം ആളുകളായിരുന്നു അന്ന് പരാതിയുമായി എക്സിലും ഫേസ്ബുക്കിലും രംഗത്തെത്തിയത്. പക്ഷെ പിന്നീട് ഇത് പരിഹരിക്കപ്പെട്ടു. 400 ദശലക്ഷത്തിലധികം പേരാണ് ഇന്ത്യയിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നത്. സന്ദേശം അയക്കുന്നതിലും ആശയവിനിമയം ലളിതമാക്കുകയും ചെയ്യുന്നതിലും ലോകത്തെ നയിക്കുന്നത് ഇന്ത്യയാണെന്നും മെറ്റ CEO മാർക്ക് സുക്കർബർഗ് നേരത്തെ പറഞ്ഞിരുന്നു. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും ലളിതമായി ഉപയോഗിക്കാവുന്ന ആശയവിനിമയ സംവിധാനമാണ് വാട്സപ്പ്. അതുകൊണ്ട് തന്നെ വാട്സപ്പിന് ലോകം മുഴുവൻ വലിയ സ്വീകാര്യതയുണ്ട്. ലോകത്തെ ഏത് കോണിലുള്ള ആളുമായും വാട്സപ്പിലൂടെ അനായാസം ചാറ്റ് ചെയ്യാനാകും. കൂടാതെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും ലൊക്കേഷനും എല്ലാം അയക്കാനും സാധിക്കും. 2015ഓടെ ഇത് ലോകത്തിലെ ഏറ്റവും ജനപ്രിയ സന്ദേശം അയക്കൽ ആപ്ലിക്കേഷനായി മാറി. 2016 ആയപ്പോഴേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇൻ്റർനെറ്റ് ആശയവിനിമയത്തിൻ്റെ പ്രാഥമിക മാർഗമായി മാറി. 2020ഓടെ ലോകമെമ്പാടും 2 ബില്യണിലധികം ഉപയോക്താക്കളുണ്ടായി. യാഹുവിൻ്റെ മുൻ ജീവനക്കാരനായ ബ്രയാൻ ആക്ടണും ജാൻ കോമും ചേർന്നാണ് 2009 വാട്സപ്പ് സ്ഥാപിച്ചത്. തുടക്കത്തിൽ വാട്സപ്പിനെ ഒരു സന്ദേശം അയക്കൽ ആപ്ലിക്കേഷനാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് വാട്സപ്പിന് വലിയ സ്വീകാര്യതയാണ് ലോകം മുഴുവനുള്ളത്. പുതിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്തുന്നതിനെ പറ്റിയും കൂടുതൽ ഉപയോക്താക്കളെ വാട്സപ്പിൽ എത്തിക്കുന്നതിനെ പറ്റിയും കമ്പനി ആലോചിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ആശങ്കയില്ലാതെ തന്നെ വാട്സപ്പ് ഉപയോഗിക്കാം. വാട്സപ്പ് നിങ്ങളെ വിട്ട് എവിടെയും പോകില്ല, നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.